ഹായ്, നമ്മളൊരു കുഞ്ഞ് നൈക്ക ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലറ ചില്ലറ കുറച്ച് പ്രോഡക്ട്സ്. ഒന്നാമത് നമ്മുടെ നൈക്കയിൽ ഇപ്പോൾ പിങ്ക് ഫ്ലുവൻസ് പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്രമാണിച്ച് കുറച്ച് ഓഫറും കാര്യങ്ങളും ഉണ്ട്. 29-ാം തീയതി വരെ കേട്ടോ ആ ഒരു ഓഫർ ഉള്ളത്. വെൽക്കം ബാക്ക് ടു ഡിയർ ലക്ഷ്മി. അപ്പോൾ എങ്ങനെയാ, സുഖമല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. നൈക്ക എന്ന് പറയുമ്പോൾ തന്നെ ഒരു പിങ്ക് വൈബ് ആയതുകൊണ്ട് ഞാൻ ചെറിയൊരു പിങ്ക്, ഈവൻ എൻ്റെ ചീപ്പ് വരെ പിങ്കാണ്. ഞാനൊരു പിങ്ക് സെറ്റപ്പിലാണ് വന്നേക്കുന്നത്. നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ സ്ട്രീസിൻ്റെ ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയെ പൂർണ്ണമായിട്ടും ഹീറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതല്ല, ഫുള്ളി ഡാമേജ് ആക്കുന്നതിന് പകരം ചെറിയൊരു പ്രൊട്ടക്ഷൻ നമുക്ക് മുടിക്ക് കൊടുക്കാൻ പറ്റും. സ്ട്രൈറ്റൻ ചെയ്യുന്നത് എത്രയൊക്കെ ആയാലും മുടിക്ക് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ വല്ലപ്പോഴൊക്കെ സ്ട്രൈറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമുക്ക് കുറച്ച് മുടി ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇത് മുടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ചീപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഇതാ എൻ്റെ മുടി ശരിക്കും പറഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒന്ന് ഈ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ചെറിയൊരു ഷൈനിങ് പ്രോപ്പർട്ടി കൂടി ഉണ്ട് കേട്ടോ. ആ ഒരു ഫ്രിസ്നെസ് ഒക്കെ ഒന്ന് മാറ്റി കുറച്ചും കൂടി എനിക്കങ്ങനെ ഒരു കുറച്ചൊരു ഷൈനിങ് തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അത് നമ്മൾ സെയിലൊക്കെ ഉള്ള സമയത്ത് ഒരു 214 ആ ഒരു റേഞ്ചിലൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, സോറി. അപ്പോൾ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബ്രാൻഡ് മാത്രമല്ല കേട്ടോ, ബി ബ്ലെൻഡിൻ്റെ നല്ലതാണ്, അതുപോലെ തന്നെ ടോണി ആൻഡ് ഗൈയുടെ സ്പ്രേ നല്ലതാണ്. ഇതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഞാൻ ഇതെടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ തമ്മിൽ ഭേദം തൊമ്മൻ. ഇതിലാകുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു അഫോർഡബിൾ റേഞ്ചിലുണ്ട്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ ഹെയർ സിറമാണ്. ഇതെനിക്ക് തോന്നുന്നു ഓൾറെഡി എല്ലാവർക്കും പരിചയമുള്ളൊരു സിറമാണ്. കാരണം ആരുടെ വീഡിയോ എടുത്താലും ഈ സാധനം അതിനകത്തിലുണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് ഒരു പമ്പ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വിരലിൻ്റെ ഇടയിലും കൂടെയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ മുടി എൻ്റെ നല്ല രീതിയിൽ പ്രിസി ആയിട്ട് കിടക്കുവാണേ. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെങ്കിൽ കണ്ടോ ഡിഫറൻസ് കണ്ടോ? ഇതാ ഈ ഒരു ഹെയറിൻ്റെയും ഈ മുടിയുടെയും തമ്മിലൊരു ഡിഫറൻസ് കണ്ടോ? അപ്പോൾ നമുക്ക് മുടിയുടെ ജട കളയാനും അത് മാത്രമല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്ട്രൈറ്റൻ ചെയ്തിട്ട് മറ്റേ ഹീറ്റ് ഹോൾഡ് സ്പ്രേ യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഈ ഒരു സിറം കൂടി യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്കൊരു ചെറിയൊരു ഷൈനിങ്ങും കൂടി കിട്ടും. ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏത് പ്രോഡക്റ്റ് ആയാലും ശരി തന്നെ അധികമായാലും അമൃതം വിഷമായെന്ന് പറയുന്നത് എല്ലാം ഒരു പരുവത്തിനൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾ ഈ സിറമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിനകത്തിൽ ശരിക്കും എക്സ്ട്രാ ഒരു ലെയറും കൂടി വരുവാണ്. അപ്പോൾ അത് എത്രത്തോളം നാച്ചുറലായിട്ട് നമ്മുടെ മുടിക്ക് മറ്റു തരത്തിലുള്ള ഫാക്ടേഴ്സ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലോക്ക് അല്ലേ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏത് പ്രോഡക്ട്സ് ആയാലും ഒരു മിനിമം ലെവലിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് നൈക്കയുടെ ഒരു ബുള്ളറ്റ് ക്രീം ലിപ്സ്റ്റിക് ആട്ടോ. അതായത് ഇത് ഇപ്പം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിരുന്നു. ഇത് എൻ്റെ ഹാർട്ട് ബീറ്റ്സ് കൂടിയിട്ട് പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇത് ക്രീമി സീരീസിൽ വരുന്ന എൻ്റെ ഹാർട്ട് ബീറ്റ്സ് കൂടിയതോടുകൂടി എൻ്റെ കംപ്ലീറ്റ് കിളിപോയെന്ന് തോന്നുന്നത്. ഓക്കെ, ഇത് ക്രീമി സീരീസിൽ വരുന്ന മേക്കപ്പ് എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡാട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 240 സംതിങ് റേഞ്ചിലാണ് വരുന്നത്. നല്ലൊരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണോ, നല്ല ഗ്ലോസി ആയിട്ടുള്ള നല്ല ക്രീമി സംഭവമാണ്. പക്ഷേ ബേസിക്കലി ഞാനൊരു ക്രീമി ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കിന് ഒട്ടും തന്നെ ഫാനല്ല. എനിക്ക് കൂടുതലും കംഫർട്ടബിൾ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് കൊള്ളാട്ടോ. ചിലപ്പോൾ ഇതിരുന്ന സമയത്തൊന്ന് വാഷ് ഔട്ട് ആയി പോയതുപോലെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഔട്ടർ ലൈൻ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാനും ഒക്കെ കുറച്ചും കൂടി എളുപ്പമാണല്ലോ. പക്ഷേ അങ്ങനെ ഭയങ്കരമായ ലോങ് ലാസ്റ്റിക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. സ്മഡ്ജ് ആവും, പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു ടിൻറ്റ് നമ്മുടെ ലിപ്സിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അത് തന്നെയല്ല ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ ഇടാമല്ലോ. സോ അതിനും പ്രശ്നമില്ല. എനിക്ക് ഈ നൈക്കയുടെ ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ ഇല്ലേ ഇവർ കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലോസി ഫിനിഷാണ്. ഇവർക്ക് ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആട്ടോ. ഒക്കെ ഞാൻ പറയാൻ മറന്നുപോയി. ഇനി നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലിപ് ലൈനേഴ്സ് വേണമെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ലിപ് ലൈനേഴ്സ് ഉണ്ടല്ലോ, നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പിങ്ക് ക്രഷ് ഉണ്ട്, അതുപോലെ തന്നെ ചോക്കോ ന്യൂ, പിന്നെ വരുന്നത് ബോബി ബ്രൗൺ ആണ്. പിങ്ക് ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ റെയർ ആയിട്ടേ ഉള്ളൂ. ഞാൻ കൂടുതലും ന്യൂഡ് ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ബ്രൗൺ കൈൻഡ് ഓഫ് ന്യൂഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നൈക്കയിൽ സെയിലുള്ള സമയത്ത് ഞാൻ 60 രൂപയിലും താഴെയായിരുന്നു ഇത് ഓരോന്നിനും റേറ്റ് വന്നത്. ആ സമയത്തെടുത്ത് ഞാൻ വാങ്ങിച്ചത്. നിങ്ങളും ഇതുപോലെ സെയിലുള്ള സമയത്ത് തന്നെ വാങ്ങിച്ചാൽ മതി. നെക്സ്റ്റ് നൈക്കയുടെ തന്നെ മോസ് സീരീസിൽ വരുന്ന ഒരു പെർഫ്യൂമാണ്. ഇത് നല്ല ഒരു കൂൾ ഡീസൻറ്റ് സ്മെല്ലാണ്. നല്ല മണമാണ് ഇതിന്. സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ഒരു ഫ്ലോറൽ സ്മെല്ലിന്
ഒട്ടും അഡിക്റ്റ് ആയിരുന്നില്ല. എനിക്ക് ഭയങ്കര ഹാർഷായിട്ടുള്ള ഇങ്ങനെ അടുത്തൂടെ പോകുമ്പോൾ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ബോധം കെട്ടി വീഴണം, അത്രയും എന്ന് വെച്ചാൽ അത്രയും സ്മെല്ല് കാരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹാർഡ് സ്മെൽ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ജെൻസിൻ്റെ പെർഫ്യൂമൊക്കെ ആയിരുന്നു കൂടുതലും സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഞാൻ വുമൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വുമൺസിനുള്ളതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ബോഡി വ്യത്യാസമുണ്ട്. അപ്പം ആ ഒരു സ്പ്രേയും അതിൻ്റെ ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ അവരുടെ പ്രോഡക്റ്റ് എടുത്ത് നമ്മുടെ ബോഡിയിൽ ചെയ്യുമ്പോൾ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ അത് കുറച്ചും കൂടി ഇറിറ്റേറ്റഡ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ബോഡിയിൽ ഇത് ശരിക്കും നന്നായിട്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ ഇതിൻ്റെ സ്മെല്ല് ലാസ്റ്റ് ചെയ്യണമെന്നില്ല. ഞാൻ രാവിലെ ഇത് സ്പ്രേ ചെയ്തിട്ട് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്നതിന് വരെയും ഈ സംഭവം ഉണ്ടാവും. പിന്നെ നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആകുമ്പോഴേ ഇതിൻ്റെ മണം പോകത്തുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു സീരീസിൽ വരുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മിനി ബോട്ടിൽസ് അവൈലബിൾ ആണ്. അമ്മയും കുഞ്ഞും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നൈക്കയുടെ ഇൻഫ്ലുവൻസ് പാർട്ടി അവരെനിക്ക് സെൻഡ് ചെയ്ത് തന്ന കുറച്ച് PR പ്രോഡക്റ്റ്സ് കേട്ടോ. ഇത് അതിനകത്തിൽ വന്നതായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ മിനി ബോട്ടിലാണ്. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് നമ്മുടെ ഈ പൗച്ചിലൊക്കെ ഇട്ടിട്ട് ഈസി ആയിട്ട് പോകാം. നമുക്ക് കോളേജിലും ഓഫീസിലും ഒക്കെ കൊണ്ടുപോകാനും കുറച്ചും കൂടി എളുപ്പമാണ്. അതുപോലെ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോഴും കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഇനി അവർ നമുക്ക് സെൻഡ് ചെയ്ത് തന്ന പ്രോഡക്റ്റ്സ്, ഇത് നൈക്കയുടെ ഷവർ ജെല്ലാണ്. പുതിയ ബോട്ടിലാട്ടോ, ഞാനത് പൊട്ടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ തന്നെ സെയിം ഒരു ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അതെൻ്റെ ബോഡിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഒരു ഫുൾ ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ളത്. നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഒരു സ്മെല്ല് അങ്ങനെ നിൽക്കും. അത് മാത്രമല്ല, നമ്മൾ കുളിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ ബാത്റൂമിലോട്ട് കയറുമ്പോഴത്തേക്ക് നല്ല മണമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എല്ലാ ഷവർ ജെല്ലൊന്നും നമ്മുടെ ബോഡിയിൽ ഓക്കെ ആവത്തില്ല. ചില ഷവർ ജെല്ലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കുരുക്കളൊക്കെ പോലെ വരും. അപ്പോൾ നമുക്ക് ഈ ഷവർ ജെല്ലായാലും ശരി തന്നെ നമുക്കത് യൂസ് ചെയ്ത് നോക്കിയാലേ ഏതൊക്കെ നമ്മുടെ സ്കിന്നിന് ഓക്കെ ആവുമെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഷവർ ജെല്ല് മാത്രമല്ല, ഇപ്പോൾ സോപ്പിൻ്റെ കാര്യം വരുവാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാ സോപ്പൊന്നും നമുക്ക് നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചിലത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഡ്രൈ ആവാറുണ്ട്. പക്ഷേ ഇത് എൻ്റെ ബോഡിക്ക് കുറച്ച് പിങ്കായി പോകുന്ന ഒരു ഷവർ ജെല്ലാട്ടോ. നെക്സ്റ്റ് നമുക്കൊരു മോയ്സ്ചറൈസർ ആണുള്ളത്. ഇത് നൈക്കയുടെ ഒരു വൈറ്റമിൻ സി ഇലുമിനേറ്റ് പ്ലസ് വൈറ്റമിൻ സി മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ തന്നെ സ്പോട്ട് കറക്റ്റർ ഉണ്ടല്ലോ, ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഡേ മോയ്സ്ചറൈസർ കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്നൊരു മോയ്സ്ചറൈസർ ആയിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്കറിയില്ല. എനിക്ക് മണമൊന്നും വരുന്നില്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് കോവിഡ് വന്നതിന് ശേഷം എപ്പോഴും ഒന്നും സ്മെല്ല് വരത്തില്ല. പക്ഷേ ഈ സ്പ്രേ ചെയ്ത സമയത്ത് എനിക്ക് മണം വന്നായിരുന്നു. അപ്പോൾ അതിനർത്ഥം മണം വരുന്നുണ്ടെന്നല്ലേ. അപ്പോൾ എനിക്കിതിൻ്റെ സ്മെല്ല് കാര്യമായിട്ടൊന്നും വന്നില്ല. ഞാൻ അമ്മയോട് പോയി ചോദിക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട് എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സിൽ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഓഫർ അവൈലബിൾ അല്ല എങ്കിൽ വിഷ് ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് സെയിലുള്ള സമയത്ത് പോയി ചാടി കയറി വാങ്ങിക്കാമല്ലോ. നൈക്കി എന്നല്ല, എല്ലാ വെബ്സൈറ്റിലും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് എന്താണോ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ സെയിലുള്ള സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, ഇന്ന ബ്രാൻഡിന് ഇത്ര % ഓഫർ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പോയി ചെക്ക് ചെയ്യുവാണെങ്കിൽ ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഓഫറിന് വരും. പെട്ടെന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കൺഫ്യൂഷൻ കാരണം നമുക്ക് ഓഫറിന് കിട്ടത്തുമില്ല, ആ പ്രോഡക്റ്റ്സ് തീർന്നു പോകും, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ്സ് ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യണം. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.